തൃശൂരിൽ ബിടെക് വിദ്യാർത്ഥിയെ തീകൊളുത്തി കൊന്ന കേസിലെ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിദ്യാർത്ഥിനിയും പ്രതി നിതീഷും തമ്മിൽ കഴിഞ്ഞ 3 വർഷമായി പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടി വിവാഹാഭ്യർത്ഥന നിരസിച്ചതാണ് പ്രതിയെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് സൂചന. സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കാൻ തീരുമാനമായതായി സർക്കാർ ഹൈക്കോടതിയിൽ. മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശാനുസരണം പാഠപുസ്തകങ്ങൾ ഒന്നിലേറെ ഭാഗങ്ങളാക്കി മാറ്റിയതായും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പാഠപുസ്തകങ്ങൾ 3 ഭാഗമാക്കാനാണ് സർക്കാർ തീരുമാനം. ആദ്യ 2 ഭാഗങ്ങൾ വേനലവധിക്കാലത്ത് മെയ് 15-നകവും 3-ാം ഭാഗം ക്രിസ്മസ് അവധിക്കാലത്തും വിതരണം ചെയ്യാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ ഭാഗവും 60 പേജുകളിൽ കൂടുതലെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ടെന്നും പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ ജെസി ജോസഫ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. സ്കൂൾ ബാഗിന്റെ അമിതഭാരം കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നും ഇത് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം എളംകുളം സ്വദേശി ഡോക്ടർ ജോണി സിറിയക് നൽകിയ ഹർജിയിലാണ് വിശദീകരണം. പാഠപുസ്തകങ്ങൾ ഒന്നിലേറെ ഭാഗങ്ങളാക്കി മാറ്റിയതിനു പുറമെ ഭാരം കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച ബാഗുകൾ ഉറപ്പാക്കാൻ പ്രധാന അധ്യാപകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാഗുകളുടെ ഭാരം വർദ്ധിപ്പിക്കാൻ വാട്ടർ ബോട്ടിലുകൾ കാരണമാകാറുണ്ട്. ക്ലാസ് മുറികളിൽ കുടിവെള്ളം ലഭ്യമാക്കിയാൽ വാട്ടർ ബോട്ടിലുകൾ ഒഴിവാക്കാനാവും. വലിപ്പവും പേജും കുറഞ്ഞ നോട്ട്ബുക്കുകളാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ പ്രധാനാധ്യാപകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. മീഡിയ 1 കൊച്ചി.